ബ്ലെൻഡർ ബിഗിനർ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് ഔട്ട്ലൈനറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഔട്ട്ലൈനർ? സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ റൈറ്റ് സൈഡിലുള്ള ആ എഡിറ്ററാണ് ഔട്ട്ലൈനർ എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്യാണ്. പ്ലെയിൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു മങ്കീനെ ആഡ് ചെയ്യാണ്. മങ്കീനെ ഇനി നമുക്ക് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്കൊരു 4 മങ്കി വേണം. 2 എണ്ണം വെച്ച് കോപ്പി ചെയ്ത് 4 എണ്ണം ആക്കാം. ഇനി നമുക്കൊരു സിലിണ്ടർ സെയിം പ്രൊസീജിയർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 2 എണ്ണം സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. 4 എണ്ണം. ഇനി നമ്മളൊരു സ്ഫിയർ എടുത്ത് സ്ഫിയർ അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ വ്യൂ പോർട്ടിലുള്ള ഏതൊരു ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരിക, കൂടാതെ അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഔട്ട്ലൈനറിൻ്റെ ജോലി എന്ന് പറയുന്നത്. ആദ്യത്തെ പണി ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വ്യൂ പോർട്ടിലേക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പക്ഷെ ഓർഗനൈസേഷൻ നമ്മൾ തന്നെ ചെയ്യണം. അതിന് കുറച്ചൊരു കാര്യങ്ങൾ അറിയാനുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് റീനെയിം. പേര് പോലെ തന്നെ റീനെയിം, അതായത് വ്യൂ പോർട്ടിലുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അതുതന്നെയാണ് റീനെയിം എന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ട പണി, വേണ്ട മെഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഔട്ട്ലൈനറിൻ്റെ വിൻഡോയിലേക്ക് വരിക. സ്ക്രീനിൽ കാണുന്ന പോലെ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പേര് അവിടെ അടിച്ചു കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്താൽ മാറി. ഒന്നുകൂടെ കാണിച്ചു തരാം. സെലക്ട് ചെയ്യുക, പേര് അടിക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. സിമ്പിൾ. അപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. 4 മങ്കി, 4 സിലിണ്ടർ, 4 സ്ഫിയർ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേര് മാറ്റുക. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ മുന്നത്തെ സീരീസുകൾ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയറായി വരും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കളക്ഷൻസ് ആൻഡ് ഹൈഡ്. കളക്ഷൻസ് തന്നെ നമുക്ക് ആദ്യം പറയാം. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ പോലെ. ഇപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫോൾഡേഴ്സിലാക്കി വെക്കില്ലേ? എന്തിനാ? പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് കളക്ഷൻസ് ബ്ലെൻഡറിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ 3 ഐറ്റം സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ ന്യൂ കളക്ഷൻസ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പുതിയ കളക്ഷനായി കാണുന്നുണ്ടാവും. അതായത് ഒരു മങ്കി, ഒരു സിലിണ്ടർ, ഒരു സ്ഫിയർ സെലക്ട് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ കളക്ഷൻസ് കിട്ടും. അതിലേക്ക് ന്യൂ കളക്ഷൻസ് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ടിപ്പോൾ കളക്ഷന് പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഗ്രൂപ്പ് 2 എന്നാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ഒരു കളക്ഷനിലേക്കായി. അടുത്തത് ഗ്രൂപ്പ് 3 എന്ന് പറയുന്ന ഒരു കളക്ഷനിലേക്ക് ചെയ്യാം. അതിൻ്റെ ഒരു കോർ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഞാൻ 3 സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രസ് ചെയ്യുന്നു. അവിടെ വേറെ കളക്ഷൻ ഉള്ളതുകൊണ്ട് കളക്ഷൻ നമുക്ക് റീനെയിം ചെയ്താൽ മതി, വേറെ ഉണ്ടാക്കുന്നില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഹൈഡാണ്. അപ്പോൾ ഹൈഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ മെഷൊക്കെ ഒരു അറേഞ്ച്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് ഷഫിൾ ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷഫിൾ ചെയ്തിട്ട് ചെയ്യാം. നോക്കിക്കോളൂ, ഓരോന്നിനും ഞാൻ വേറെ സ്ഥലത്തേക്ക് ആക്കുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നും, അതായത് ഓരോ മെഷും വെവ്വേറെ ഇതിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് കണ്ടുപിടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനാണ് ശരിക്കും നമ്മൾ ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അത് കറക്റ്റായിട്ട് വരിക എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഓരോ മെഷ് സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്ലൈനറിൽ സാധനം സെലക്ട് ആവുന്നു. ഇനി അത് അൺഹൈഡ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നുകിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഹൈഡ് ചെയ്യാം. Alt പ്രസ് ചെയ്താൽ അൺഹൈഡ് ആകും. ഓക്കെ, ഒരു മെഷ് സെലക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക, ആ മെഷ് ഹൈഡ് ആകും. Alt പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഹൈഡ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.